ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പ്രവേശനത്തിൽ നിയന്ത്രണവുമായി നിരവധി ഓസ്ട്രേലിയൻ സർവകലാശാലകൾ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കാണിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി വിസക്കായി വ്യാജ അപേക്ഷ നൽകി പിൻവാതിലിലൂടെ കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നീക്കം. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അപേക്ഷകൾ ചില സർവകലാശാലകൾ പൂർണ്ണമായും നിരസിക്കുകയാണിപ്പോൾ. ചില സർവകലാശാലകൾ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിസ അനുവദിക്കുന്നത്. ഇതിനായി ഓസ്ട്രേലിയൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായവും സർവകലാശാലകൾ തേടിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പവും നിരാശയും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിവിധ കൺസൾട്ടൻസികൾ പ്രതികരിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പ്രതിവർഷം 10,000-കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നത്. വിസ വിലക്ക് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ പ്രതിസന്ധി ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഉഭയകക്ഷി വിദ്യാഭ്യാസ ബന്ധങ്ങളെയും ഈ വിഷയം ബാധിച്ചേക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷകളിലെ പൊരുത്തക്കേടുകൾ കാരണം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പ്രശസ്തിക്ക് കോട്ടം വരുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചില സർവകലാശാലകൾ വിദ്യാർത്ഥി വിസ നടപടിക്രമങ്ങൾ കർശനമാക്കുന്നതിനായി ഓസ്ട്രേലിയയിലെ ആഭ്യന്തര വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒന്നാണ് ഇന്ത്യ.